ഇപ്പം ഞാൻ നിൽക്കുന്നത് ദിണ്ടുക്കല്ലാണ് നിൽക്കുന്നത്. ഒരു ചെറുതായിട്ടൊന്ന് പെട്ടുപോയെന്ന് വേണേൽ പറയാം കേട്ടോ. കാര്യം ഞാൻ ഇങ്ങോട്ടേക്ക് എൻ്റെ പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളി. കാര്യം ഞാൻ ഇങ്ങോട്ടേക്ക് ട്രെയിനിലാണ് വന്നത്, അമൃത എക്സ്പ്രസ്സിലാണ് വന്നത്. സാധാരണ ഈ അമൃത എക്സ്പ്രസ് ഈ ദിണ്ടുക്കൽ കുറച്ച് നേരത്തെ എത്തും. അതായത് 8-8:30 ആ ഒരു സമയത്ത് അത് കാണിക്കുന്നത്. പക്ഷേ എന്നാലും കുറച്ച് നേരത്തെ എത്തും. ഇവിടെ വന്നിട്ട് ഒരു ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഉണ്ട്, മധുരയിൽ നിന്നും കോയമ്പത്തൂർക്ക് പോകുന്നൊരു ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഉണ്ട്. അത് നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു. കാര്യം ആ ഒരു ഇൻ്റർസിറ്റി വന്നതിന് ശേഷമേ ഈ അമൃത എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്യുള്ളായിരുന്നു. ആ ഒരു പ്ലാനിലാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഈ ദിണ്ടുക്കലിന് തൊട്ട് മുന്നേ ഒരു സ്റ്റേഷനുണ്ട്, അക്കരൈപ്പട്ടി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട്. അവിടെ ഈ അമൃത എക്സ്പ്രസ് പിടിച്ചിട്ടായിരുന്നു. കുറേ നേരം പിടിച്ചിട്ടു. എന്നിട്ട് ആ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ദിണ്ടുക്കൽ എത്തിയപ്പോഴത്തേക്കും ദിണ്ടുക്കലിലേക്ക് അമൃത എക്സ്പ്രസ് കയറിയപ്പോൾ ഈ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ദിണ്ടുക്കൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് നമുക്ക് ആ ഒരു വണ്ടി കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ദിണ്ടുക്കലിൽ വന്നിട്ട് അമൃത എക്സ്പ്രസ്സിൽ ദിണ്ടുക്കലിൽ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരത്തെ ട്രെയിൻ എത്തുമെന്ന്. നേരത്തെ എത്തുമ്പോൾ നമുക്ക് ഇവിടെ നിന്നും പുറത്തിറങ്ങി എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഈ ഒരു ഇൻ്റർസിറ്റി എക്സ്പ്രസ് നമുക്ക് പിടിക്കാൻ പറ്റും. കോയമ്പത്തൂർക്ക് പോകുന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസ് പിടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അങ്ങനെ പിടിക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ എനിക്ക് പൊള്ളാച്ചിയിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ ആ ഒരു പരിപാടി നടന്നില്ല. ഇനിയിപ്പോൾ ഞാൻ എന്തോ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് 11:30 ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈറോഡിന് പോകുന്ന വണ്ടിയാണ്. ഈറോഡ് പോകുന്ന വഴിക്ക് കൊടുമുടി എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ കണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോകാൻ ചെറിയൊരു ആഗ്രഹം. അങ്ങോട്ട് പോകണോ അതോ മധുരയ്ക്കൊരു വണ്ടിയുണ്ട്. ഇപ്പോൾ 9:45 ആകുമ്പോൾ മധുരയ്ക്കൊരു വണ്ടിയുണ്ട്. അങ്ങോട്ട് പോകണോ? അങ്ങനെ 1-2 ആലോചനകളിൽ ഇങ്ങനെ നിൽക്കുക. ഇവിടെ നിന്നും ബസ്സിൽ പൊള്ളാച്ചിയിൽ പോകാനാണെന്നുണ്ടെങ്കിൽ 120 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു 2-2.5-3 മണിക്കൂറോളം യാത്രയുണ്ട്. ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ വലിയ ദൂരം അറിയില്ല. നോക്കട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോഴെന്തെങ്കിലും നമുക്ക് കഴിച്ചതിന് ശേഷം ബാക്കി കാര്യം ആലോചിക്കാം. ഇങ്ങോട്ടേക്ക് വന്ന ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ് സ്ലീപ്പർ തത്കാലാണ് ഞാൻ എടുത്തത്. തത്കാൽ മാത്രമല്ല പ്രീമിയം തത്കാലിന് 550 രൂപയാണ് കേട്ടോ. ഞാൻ കൊല്ലത്ത് നിന്നുമാണ് കയറിയത്. കൊല്ലത്ത് നിന്നും ദിണ്ടുക്കൽ വരെ വരുന്നതിന് പ്രീമിയം തത്കാലിന് 550 രൂപയാണ്. അപ്പോഴെന്തായാലും നമുക്ക് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഒന്നും പ്രത്യേകിച്ച് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, പണി പാളി, അത്രയേ ഉള്ളൂ. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നതാണ് ദിണ്ടുക്കൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള കടകളും കാര്യങ്ങളും എല്ലാം. ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളെല്ലാം ഉണ്ട്, ചായക്കടയുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും ഫുഡ് കഴിച്ചു. ഒരു സെറ്റ് പൂരി 50 രൂപ. നല്ല പൂരിയായിരുന്നു കേട്ടോ, നല്ല പൊങ്ങി നിൽക്കുന്ന പൂരിയായിരുന്നു. പിന്നെ ഒരു ചായ 12 രൂപ. അങ്ങനെ ചായയും പൂരിയെല്ലാം കഴിച്ചു. പിന്നെ ഞാൻ വേറൊരു കാര്യം അവിടെ ശ്രദ്ധിച്ചെന്താണെന്നറിയോ, ഇവിടെ ഗ്യാസ് അടുപ്പിന് പകരമായിട്ട് ചെയ്യുന്നത് കപ്പലണ്ടിയുടെ തോലുണ്ടല്ലോ, കപ്പലണ്ടിയുടെ ആ ഒരു തോല് വെച്ചിട്ടാണ് കത്തിക്കുന്നത്. അത് ഞാനിവിടെ ചോദിച്ചപ്പോഴും പറഞ്ഞത് അതാണ് അവർക്ക് ലാഭം. ഗ്യാസ് കുറ്റി എത്ര ദിവസമാണോ നിൽക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് ഇത് നിൽക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇതിന് ഒരു മൂട്ട 370 രൂപയുള്ളതെന്ന്. ഒരു മൂട്ടയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാക്കായിരിക്കാം. ഒരു ചാക്കിന് 370 രൂപയാണ് ഈ ഒരു കപ്പലണ്ടി തോലിൻ്റെ വില. അപ്പോഴൊരു ഗ്യാസ് കുറ്റിയുടെ വില 1000 രൂപയ്ക്ക് മുകളിലാണ്. അതായത് ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കൊടുക്കുന്ന ഗ്യാസ് കുറ്റി. അപ്പോഴത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ലാഭമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഭയങ്കര തീയാണെന്ന്. ഗ്യാസ് അടുപ്പെന്ന് പറയുമ്പോഴത്തേക്കും അത്ര വലിയ തീയില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് തീക്ക് ഭയങ്കര കാഠിന്യമാണ്. നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ കരിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. ആഹാരമെല്ലാം അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നാണ് ഈ ഒരു കപ്പലണ്ടി തോലിനെ പറയുന്നത്. അപ്പോഴെന്തായാലും അതൊരു വ്യത്യസ്തമായിട്ട് തോന്നി. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു സൈക്കിൾ കട എത്തി. ഇവിടെ ഈ കാണുന്ന ഈ സൈക്കിൾ കണ്ടില്ലേ, ഇത് വാടകയ്ക്ക് കൊടുക്കുമെന്ന് അറിഞ്ഞത് കേട്ടോ. പക്ഷേ ഇവിടെ സൈക്കിളിൻ്റെ ആ ഒരു ഉടമസ്ഥൻ ഇവിടെ ഇല്ല. ചായ കുടിക്കാൻ പോയിരിക്കുവാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിരിക്കുവാണ്. ഇവിടെ ഞാൻ ചോദിച്ചായിരുന്നു വേറൊരു ചേട്ടനോട്. അപ്പോഴേ അദ്ദേഹം പറഞ്ഞതാണ് വാടകയ്ക്ക് കൊടുക്കപ്പെടുമെന്ന്. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കുവാണ്. ഇവിടെ നിന്നും നേരെ നമുക്ക് ദിണ്ടുക്കൽ ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടെ നിന്നും പൊള്ളാച്ചിക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. വെറുതെ ആലോചിച്ച് നിന്ന് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പൊള്ളാച്ചിക്ക് വിടാം. ഇപ്പോൾ സമയം 10 മണിയാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ആ ഒരു ട്രെയിൻ 11:30-ക്കാണ്. 1.5 മണിക്കൂർ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോസ്റ്റായിട്ട് നിൽക്കേണ്ടി വരും. അതിനേക്കാൾ നമുക്ക് പൊള്ളാച്ചിക്ക് വിടാം. എന്താ ഈ ഒരു വണ്ടി നോക്കേ, വണ്ടിയിൽ കുറേ വാഴയിലൊക്കെ ആയിട്ട് പോവുകയാണ്. കൊള്ളാമല്ലേ? ഇത് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ ഒരു പ്രസ്സാണ്, ദിനത്തന്തി എന്ന് പറഞ്ഞ പത്രം. എന്തായാലും ഒരുപാട് വെയിലില്ല, കാലാവസ്ഥയൊന്നും മങ്ങിക്കിടക്കുവാണ്. അതുകൊണ്ട് വലിയ സീനില്ലാതെ നമുക്ക് പോവാം. അതാ കണ്ടില്ലേ ബസ്സുകൾ വളഞ്ഞ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഏതെങ്കിലും ബസ്സിൽ കയറി ബസ് സ്റ്റാൻഡിലേക്ക് പോവാം, ദിണ്ടുക്കൽ ബസ് സ്റ്റാൻഡിലേക്ക് പോവാം.
അങ്ങനെ ഞാനൊരു പ്രൈവറ്റ് ബസ്സിൽ കയറി ദിണ്ടുക്കൽ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുവാണ്. ഇവിടം വരെ വരുന്നതിന് 5 രൂപയായുള്ളൂ കേട്ടോ. അത് കൊള്ളാം. കണ്ടില്ല, ഈ ബസ്സിലാണ് ഞാൻ വന്നത്. ഇതവിടെ ആയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, കാമരാജർ ബസ് സ്റ്റാൻഡ്. ഇതാ ഞാനിവിടെ ബസ് സ്റ്റാൻഡിനുള്ളിലൂടെ നടന്നപ്പോഴേ കണ്ടൊരു കാഴ്ചയാണ്. ഇതാ നോക്കേ, മുൻപൊക്കെ നമ്മുടെ നാട്ടിലും എല്ലായിടത്തും ഉണ്ടായിരുന്നത് ഭാരം നോക്കുന്ന ആ ഒരു സംഗതിയാണിത്. 2 രൂപ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ വെയിറ്റ് നോക്കാം. എന്തായാലും കൊള്ളാം അല്ലേ? ഇതിപ്പോഴങ്ങനെ എല്ലായിടത്തും കാണാനില്ല. അങ്ങനെ പൊള്ളാച്ചിക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ പഴനി വഴി പൊള്ളാച്ചിക്ക് പോകാം. ഇതാ കണ്ടില്ലേ, ഈ കാണുന്ന ബസ്സുകൾ പഴനി പോകുന്ന ബസ്സാണ്. പഴനിയിൽ പോയി കഴിഞ്ഞാൽ 2 നിമിഷത്തിൽ ഒരു ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത് പൊള്ളാച്ചിക്ക്. അതായത് 2 മിനിറ്റ് കൂടുന്തോറും ഒരു ബസ് പൊള്ളാച്ചിക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പഴനിക്ക് പോവാം, പഴനി വഴി പൊള്ളാച്ചിക്ക് പോവാം. അങ്ങനെ എന്തായാലും ഞാനൊരു പഴനി ബസ്സിലേക്ക് കയറിയിരിക്കുവാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ ബസ് ദിണ്ടുക്കൽ ടൗണിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഫ്രണ്ട് സീറ്റൊന്നും കിട്ടിയില്ല, നമുക്ക് ഉള്ള സീറ്റിലിരുന്ന് പോവാം. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു മാർക്കറ്റ് റോഡിലൂടെയാണ്. അത്യാവശ്യം കടകളും എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. സമയം ഇപ്പോൾ 10:30 ആയല്ലോ, അതിൻ്റെയാണ്. ദയവ് നോക്കി, ഇതൊരു ഇറച്ചിക്കടയാണ്. ചിക്കനെല്ലാം കൂട്ടത്തോടെ വെട്ടി പീസാക്കി വെച്ചിരിക്കുവാണ്. ഇതാ നോക്കി, സൈക്കിളിൽ 3 വീലുള്ള സൈക്കിളിൽ പഴത്തിൻ്റെ കച്ചവടം. അങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നിലേക്ക് യാത്ര ചെയ്യാം. നമ്മുടെ മുന്നിലായിട്ടൊരു തമിഴ്നാട് ലോറിയുണ്ട്. നമ്മുടെ നാട്ടിലേക്കെല്ലാം അരിയും സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നത് പോലത്തെ ഒരു ലോറിയാണത്. നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്നും ഈ കെട്ടിടങ്ങളുടെ ഇടയിലൂടെ നിങ്ങൾ നോക്കിക്കോ, അവിടെ ആയിട്ട് ദൂരെയായിട്ട് കാണാൻ പറ്റും ദിണ്ടുക്കൽ കോട്ട. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ദിണ്ടുക്കൽ കോട്ട. ഇതവിടെ കണ്ടില്ലേ, ആ കാണുന്നതാണ് ദിണ്ടുക്കൽ ഫോർട്ട്, ആ പാറയുടെ മുകളിലായിട്ട് കാണുന്നത്. എവിടെയെങ്കിലും ഒരു ക്ലിയർ ആയിട്ട് വ്യൂ ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ കാണാൻ വഴിയില്ല, എല്ലാം കടകളും എല്ലാം ആയതുകൊണ്ടേ അതിനിടയിലൂടെ കണ്ടെങ്കിലേ ഉള്ളൂ. ഇതാ കണ്ടില്ലേ, ഇവിടുന്ന് പൊള്ളാച്ചിക്ക് 123 കിലോമീറ്റർ ഉണ്ടെന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കെന്തായാലും പഴനി പോയിട്ട് അവിടെ നിന്ന് വേറെ ബസ്സിൽ കയറി വേണം പോകാൻ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എന്തായാലും നമുക്ക് മുന്നിലേക്ക് പോവാം. കൊടൈക്കനാൽ ലെഫ്റ്റ്, തേനി ലെഫ്റ്റ്, മധുരൈ ലെഫ്റ്റ്, അങ്ങനെ കുറേ ആരോ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബസ്സിൽ ടിക്കറ്റ് എടുത്തു കേട്ടോ. ടിക്കറ്റ് ചാർജ് 48 രൂപ. ദിണ്ടുക്കൽ ടു പളനി 48 രൂപ. ഇവിടെ നിന്നും 54 കിലോമീറ്ററാണ് പഴനിക്കുള്ളത്. അങ്ങനെ ദിണ്ടുക്കൽ ടൗൺ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോഴും നോക്കേ, തമിഴ്നാടിൻ്റെതായ ഒരു തനത് ശൈലിയിലുള്ള ഒരു സ്ഥലം എത്തിയിരിക്കുവാണ്. വിജനമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, മുൾക്കാടുകളും വയൽ പ്രദേശങ്ങളും അതേപോലത്തെ സ്ഥലത്തേക്ക് വന്നിരിക്കുവാണ്. ബൈപ്പാസിലൂടെ വണ്ടി പറക്കുവാണ്. അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, തമിഴ്നാട്ടിൽ വന്നിട്ടുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായി കാണും. കുറച്ച് ഭാഗം ടൗൺ കാണും, പിന്നെ പെട്ടെന്ന് ആ ടൗൺ കഴിയും, വീണ്ടും വിജനതയിലേക്ക് കയറും, വീണ്ടും വേറൊരു ടൗൺ വരും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഹൈവേയുടെ പേര് NH83, നാഷണൽ ഹൈവേ 83. ഇത് ബന്ധിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ നാഗപട്ടണത്തെയും കോയമ്പത്തൂരെയുമാണ്. നാഗപട്ടണം എന്ന് പറയുന്നത് കിഴക്കൻ കടൽ തീരമാണ്, ബേ ഓഫ് ബംഗാൾ. അങ്ങനെ കിഴക്കൻ കടൽ തീരത്തെയും പശ്ചിമഘട്ടത്തിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നഗരമായിട്ടുള്ള കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് NH83. 4 വരിയും 2 വരിയും പാതകളുണ്ട് നമ്മൾ ഈ പോകുന്ന ഈ ഒരു ഹൈവേക്ക്. നാഗപട്ടണം മുതൽ കോയമ്പത്തൂർ വരെയുള്ള ദൂരം 285 കിലോമീറ്ററാണ്. അതായത് NH83ൻ്റെ നീളം 285 കിലോമീറ്റർ. നാഗപട്ടണം എന്ന് പറയുന്നത്, നാഗപട്ടണത്തിൽ നിന്നും ഈ ഇടയ്ക്ക് ശ്രീലങ്കയിലേക്ക് ചെറിയ ഷിപ്പെല്ലാം സർവീസ് ആരംഭിച്ചായിരുന്നു. നാഗപട്ടണത്തിനടുത്തായിട്ടാണ് പ്രശസ്തമായ ക്രിസ്ത്യൻ ദേവാലയം വേളാങ്കണ്ണി പള്ളി ഉള്ളത്. നമ്മൾ മുന്നിലേക്ക് പോകുമ്പോഴേ കണ്ടില്ലേ, ഇവിടെ എല്ലാമായിട്ട് റോഡിൻ്റെയും പുതിയ പാലത്തിൻ്റെ എല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ NH83 ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട നഗരങ്ങളാണ് നാഗപട്ടണം, കുംഭകോണം, തഞ്ചാവൂർ, ദിണ്ടുക്കൽ, പഴനി, പൊള്ളാച്ചി, കോയമ്പത്തൂർ. അങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട് ഈ NH83. അവിടെ ആയിട്ട് നോക്കി, അവിടേക്ക് എന്തൊക്കെയോ കൃഷികളാണ് കേട്ടോ. എന്തൊക്കെയോ കാര്യങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലായില്ല.
അവിടെ ആയിട്ട് കന്നുകാലികളെല്ലാം നിന്ന് മേയുന്നുണ്ട്. അങ്ങനത്തെ കൃഷിയിടങ്ങളും മലനിരകളും എല്ലാം കണ്ട് നമുക്ക് മുന്നിലേക്ക് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഒരു ബസ് സ്റ്റാൻഡിനകത്തേക്ക് ബസ് കയറിയിരിക്കുവാണ്. എനിക്ക് തോന്നുന്നു ഈ ബസ് സ്റ്റാൻഡ് ഒട്ടൻചത്രം ബസ് സ്റ്റാൻഡ് എന്നാണ് തോന്നുന്നത്. ഒട്ടൻചത്രം മാർക്കറ്റെല്ലാം വളരെ ഫേമസ് ആണ്. യെസ്, ഈ കാണുന്നത് ഒട്ടൻചത്രം ബസ് സ്റ്റാൻഡാണ്. ബസ്സിനടുത്തായിട്ട് ഓരോരോ കച്ചവടങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. പൈനാപ്പിളും തണ്ണിമത്തനൊക്കെ ആയിട്ടേ, കണ്ടില്ലേ? അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുവാണ്. ഇത് എവിടെയായിട്ടെല്ലാം കണ്ടില്ലേ വലിയ വലിയ ഹാരങ്ങളും പൂമാലകളെല്ലാം ഇട്ടിരിക്കുന്നത്. ഈ സ്ഥലത്തിനെ പറയുന്നത് വെജിറ്റബിൾ സിറ്റി ഓഫ് തമിഴ്നാട് എന്നാണ് കേട്ടോ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെജിറ്റബിൾ മാർക്കറ്റാണ് ഒട്ടൻചത്രം മാർക്കറ്റ്. ഇവിടെ നിന്നും കർണാടക, ആന്ധ്ര, കേരളം അങ്ങനെ പല പല സ്ഥലത്തേക്ക് വെജിറ്റബിൾസ് കയറ്റി അയക്കുന്നുണ്ട്. നമ്മളൊക്കെ കഴിക്കുന്നത് ഇവിടുത്തെ പച്ചക്കറിയാണ്. ഇത് അവിടെ ആയിട്ട് കണ്ടില്ലേ, ആ കാണുന്നതാണ് ഒട്ടൻചത്രം റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന ട്രെയിനിന് ഇവിടെ എല്ലാം സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇറങ്ങിയില്ല. ഇത് ഇവിടേക്ക് എത്തുന്നത് ഒരുപാട് നേരത്തെയാണ്. ഏകദേശം ഒരു 6:30 ആ ഒരു സമയത്താണ്, രാവിലെ 6:30-ക്കൊക്കെയാണ് ഈ ഒരു സ്ഥലത്ത് എത്തുന്നത്. അപ്പോഴൊന്നും നമുക്ക് നല്ലതുപോലെ ഉറക്കമൊന്നും തെളിയില്ല. അതാണ് ഞാനിവിടെ ഇറങ്ങാത്തത്. നമുക്കൊരു ദിവസം വരാം, ഇവിടെ വന്നിട്ട് മലക്കറിയൊക്കെ മേടിച്ചിട്ട് പോവാം. വെജിറ്റബിൾസ് എല്ലാം വാങ്ങിയിട്ട് ഒരു ദിവസം പോവാം. ഒട്ടൻചത്രം ആയപ്പോൾ നോക്കേ, പശ്ചിമഘട്ട മലനിരകൾക്ക് അടുത്തൂടെയാണ് നമ്മുടെ ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം വളരെ അടുത്തെന്ന് വേണമെങ്കിൽ പറയാം. ഇതെവിടെയായിട്ട് മലമുകളിലായിട്ട് ഒരു അമ്പലം എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു മലയുടെ മുകളിലായിട്ട് ചെറിയൊരു അമ്പലമൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ 54 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നതിന് ശേഷം പഴനി എത്തിയിരിക്കുവാണ്. പക്ഷേ ഈ പഴനി എത്തി നല്ലതുപോലെ ആസ്വദിച്ച് യാത്ര ചെയ്ത് വരുമായിരുന്നു. പെട്ടെന്ന് എത്തി കേട്ടോ, ഇത്രയും പെട്ടെന്ന് എത്തണ്ടായിരുന്നു. ഇനി നമുക്ക് പൊള്ളാച്ചിയിലേക്കും കൂടെ പോവാം, എങ്കിലേ ഒരു സമാധാനമുള്ളൂ. വിൻഡോ സീറ്റിലിരുന്ന് നല്ലതുപോലെ യാത്ര ആസ്വദിച്ച് വരുമായിരുന്നു. പെട്ടെന്ന് പഴനി എത്തി. ഇത് അവിടെ ആയിട്ട് പഴനി അമ്പലത്തിൻ്റെ ആ ഒരു ഏരിയ കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കട്ടെ, ഇതാ കണ്ടില്ല, അതിനിടയിലൂടെ കാണാം. പക്ഷേ പെട്ടെന്നെത്തി. ഇവിടെ നിന്നും പൊള്ളാച്ചിക്ക് 65 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് 65 കിലോമീറ്റർ പൊള്ളാച്ചിയിലേക്കും യാത്ര ചെയ്യാം. ഇതോ കണ്ടില്ലേ, ദൂരെയായിട്ട് ആ ഒരു മല. അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് വളഞ്ഞ് കയറിയിരിക്കുവാണ്. അങ്ങനെ നമ്മൾ പളനി ബസ് സ്റ്റാൻഡിനകത്ത് നിൽക്കുവാണ്. ഇതോ കണ്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള ബസ്സുകളെല്ലാം കാണാം. ഈ കാണുന്നതും എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള കിടിലം ബസ്സുകളാണ്. അതോ അവിടെ ആയിട്ട് സാമാൻകൾ ബൈപ്പറൈ, അതായത് ക്ലോക്ക് റൂം കണ്ടില്ലേ, ആ കാണുന്നത് ക്ലോക്ക് റൂമാണ്. ക്ലോക്ക് റൂം ഫെസിലിറ്റി എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ പളനിയിലെ വേറൊരു പ്രത്യേകതയാണ് കുതിരവണ്ടികൾ. കണ്ടില്ലേ, ഇവിടെ കുറേ കുതിരവണ്ടികളുണ്ട്. ഞാനിതിൽ കയറിയിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും കയറുന്നില്ല. ഇതാ കണ്ടില്ലേ, ബസ് സ്റ്റാൻഡിന് പുറത്തായിട്ട് ഒരുപാട് കുതിരവണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നത്. അങ്ങോട്ടേക്കെല്ലാം ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഒരു കുതിര ഓട്ടം പോയിട്ട് വന്നിരിക്കുവാണ്, ഒരു കുതിരവണ്ടി. കുതിരയുടെ ആ ഒരു ഇന്ധനം അതിൻ്റെ താഴെ തന്നെ ഉണ്ട്. കണ്ടില്ലേ, വണ്ടിയുടെ താഴെ തന്നെ പുല്ലെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എടുത്തെടുത്ത് കൊടുക്കാമല്ലോ കഴിക്കാൻ വേണ്ടിയിട്ടേ. അങ്ങനെ കുതിരവണ്ടി തിരിച്ചു പോവുകയാണ്, ആളെ ഇറക്കിയിട്ട്. ഇത് ഇവിടെ നിന്ന് ദൂരോട്ട് നോക്കുമ്പോഴേ കാണാം ആ ഒരു പഴനിമല, പഴനി അമ്പലമെല്ലാം നല്ലതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അങ്ങോട്ടേക്ക് പോകുന്ന വീഡിയോ എല്ലാം ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിന് പുറത്തായിട്ട് ഒരു ഭാഗത്തായിട്ട് ഓട്ടോ സ്റ്റാൻഡും മറുഭാഗത്തായിട്ട് കുതിരവണ്ടിയുടെ സ്റ്റാൻഡും. കണ്ടില്ലേ, അത് കൊള്ളാം അല്ലേ? ആ ഓട്ടോക്കാർ നാലും തെരിഞ്ഞ റൂട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞ് പാട്ടുണ്ടല്ലോ. മുമ്പൊക്കെ എന്തായിരിക്കും, കുതിരവണ്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പാട്ടൊന്നുമില്ല അല്ലേ? കുതിരവണ്ടിയുടെ കാലഘട്ടത്തിലൊന്നും സിനിമയൊന്നും ഇല്ലല്ലോ. നാടകമുണ്ടോ? നാടകവും ബാലയൊക്കെ ആയിരിക്കും അല്ലേ? നാടകത്തിലും ബാലയിലൊന്നും അങ്ങനെ ഹീറോയ്ക്ക് ഇൻട്രൊഡക്ഷൻ സോങ് ഇല്ലല്ലോ. അതുകൊണ്ട് കുതിരവണ്ടിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പാട്ടൊന്നും ഇല്ലാതായിപ്പോയി. അങ്ങനെ നമ്മൾ 12 മണി അടുപ്പിച്ച് പഴനിയിലെത്തി കേട്ടോ. ബസ് സ്റ്റാൻഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കേ, കംപ്ലീറ്റ് ആയിട്ട് ഫ്രൂട്ട്സിൻ്റെ കച്ചവടമാണ്. വരിയായിട്ട് ഒരുപാട് കടകൾ, നിരന്ന് ഇഷ്ടം പോലെ കടകളുണ്ട്, ഫ്രൂട്ട്സിൻ്റെ കടകൾ. ഇവിടെ ആയിട്ട് പൊള്ളാച്ചി എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു.
നമുക്കിവിടെ നിന്നും ഈ ബസ്സിലേക്ക് കയറാം. KSRTC ബസ് കിടക്കുന്നത് കണ്ടില്ലേ? എങ്ങോട്ട് പോകുന്ന ബസ്സാണത്? തൃശ്ശൂർ ഗുരുവായൂർ. യെസ്, അങ്ങനെ ഞാൻ ബസ്സിനകത്തേക്ക് കയറിയിരിക്കുവാണ്. എവിടെയെങ്കിലും ഇരിക്കാം. അങ്ങനെ ഈ ബസ്സിലും വിൻഡോ സീറ്റ് കിട്ടി, പക്ഷേ ഫ്രണ്ട് സീറ്റ് കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടിരിക്കുവാണ്. പഴനിയുടെ ഉൾവഴികളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇവിടെയൊക്കെ എപ്പോഴും നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു, കാലാവസ്ഥ മങ്ങിക്കിടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴ് അത്യാവശ്യം വെയിലടിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലതുപോലെ വെയിലടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പുളിമരങ്ങൾക്ക് നടുവിലൂടെയാണ്. രണ്ട് ഭാഗത്തായിട്ടും പുളിമരങ്ങളുണ്ട്. എന്തായാലും നല്ല തണലുള്ളൊരു വഴിയാണ് ഈ ഒരു വഴി. നല്ല തണലെന്ന് വെച്ചാൽ ഫുൾ തണലൊന്നുമല്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് തണലുണ്ട്. മരങ്ങളിങ്ങനെ നിൽക്കുന്നത് കൊണ്ടേ എന്തായാലും കൊള്ളാം. ഒരു പാലത്തിന് മുകളിലേക്ക് ബസ് കയറുവാണ്. നദിയാണെന്നാണ് തോന്നുന്നത്, നമുക്ക് നോക്കാം. വലിയ വെള്ളമൊന്നുമില്ല, വറ്റിക്കിടക്കുവാണ്. വെള്ളം കുറവാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ് ഹൈവേ 37 SH37 അതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ പോയ NH83 കയറും. ഇപ്പോൾ പോകുന്ന SH37 ഏകദേശം 30 കിലോമീറ്റർ നീളമേ ഉള്ളൂ. ഇത് ഉള്ളിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ്. സ്റ്റേറ്റ് ഹൈവേ ആണ്. തലയൂത്ത് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. അങ്ങനെ നമ്മുടെ ബസ് വലിയ ഹൈവേയിലേക്ക് കയറിയിരിക്കുവാണ്. ഇവിടെയായിട്ട് ചെറിയൊരു അമ്പലമെല്ലാം കാണുന്നുണ്ട്. നമ്മളീ പോകുന്ന റൂട്ടിലെല്ലാം ഇതേപോലത്തെ ചെറിയ ചെറിയ അമ്പലങ്ങളെല്ലാം കാണാം. തലയൂത്ത് ബസ് സ്റ്റോപ്പാണിത് ഇപ്പോഴും കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, NH83 ചില ഭാഗങ്ങളിൽ 2 വരിയും ചില ഭാഗങ്ങളിൽ 4 വരിയും ഉണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് 4 വരി പാതയിലൂടെയാണ്. 4 വരികളിലായിട്ട് റോഡ് പോകുന്നുണ്ട്, കണ്ടില്ലേ? റോഡ് ഒരു രക്ഷയില്ല കേട്ടോ, കിടിലം റോഡാണ്. മെയിനായിട്ട് ഇതേപോലത്തെ വലിയ വലിയ ഹൈവേയിലാണ് ഹെവി വെഹിക്കിൾസിൻ്റെ ശരിക്കും ആ ഒരു കരുത്ത് നമ്മൾ മനസ്സിലാകുന്നത്. പറക്കും. അങ്ങനെ നമ്മുടെ ബസ് വലിയ ഹൈവേയിൽ നിന്നും വീണ്ടും ഇട റോഡിലേക്ക് കയറിയിരിക്കുവാണ്. മടത്തുക്കുളം എന്ന് പറഞ്ഞൊരു ആരോ കണ്ടായിരുന്നു, ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ബസ് ഒരുപാട് സ്ഥലങ്ങൾ കയറി ഇറങ്ങി പോകുന്ന ബസ്സാണെന്നാണ് തോന്നുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടും പൊള്ളാച്ചിക്ക് പോകുന്ന ബസ്സല്ലെന്നാണ് തോന്നുന്നത്. മതി, എനിക്ക് അങ്ങനത്തെ ബസ്സാണ് ഇഷ്ടം. കുറച്ച് കറങ്ങി അലഞ്ഞു പോകുന്നതാണ് എനിക്ക് താല്പര്യം. എന്തായാലും നമുക്ക് ഉൾഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യാം. അങ്ങനെ കുറച്ച് മുന്നിലേക്ക് വന്നിട്ട് ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയായിരുന്നു. എന്തായാലും ചെറിയൊരു ഗ്രാമം എന്ന് പറയാൻ പറ്റുമോ? അത്യാവശ്യം കുറച്ച് കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. എന്തായാലും ഈ ഒരു സ്ഥലം ചെറിയൊരു കവല അങ്ങനെ വേണേൽ പറയാം. ഈ സ്ഥലത്തിൻ്റെ പേര് വയലൂർ എന്നാണെന്ന് തോന്നുന്നു അവിടെ എഴുതിയിരുന്നത്. നോക്കട്ടെ, ഇവിടെ എഴുതിയിട്ടുണ്ടോന്നേ. യെസ്, വയലൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. വയലെന്തിയേ ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി. പഴനിയിൽ നിന്നും പൊള്ളാച്ചി വരെ പോകുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 55 രൂപയാണ്. ഇപ്പോൾ ശരിക്കും ഒരു ഗ്രാമം ഫീലൊക്കെ തോന്നി തുടങ്ങി കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലത്തെ പുളിമരങ്ങളുള്ള വഴിയോരം അങ്ങനത്തെ സ്ഥലത്തൂടെയാണ് ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വളരെ കുറച്ചു ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം മടത്തുക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുവാണ്. മടത്തുക്കുളം എന്ന് പറഞ്ഞിട്ട് കണ്ടക്ടർ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ സ്ഥലമാണ് മടത്തുക്കുളം. മടത്തുക്കുളം ടു പഴനി വരെയാണ് SH37 സ്റ്റേറ്റ് ഹൈവേ 37 ഉള്ളതെന്നാണ് അറിഞ്ഞതെന്ന് വെച്ചാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ കണ്ടായിരുന്നു. ഇത് ഓലമേഞ്ഞ ഷെഡുകളെല്ലാം കാണാം. അങ്ങനെ മടത്തുക്കുളം എന്ന് പറഞ്ഞ സ്ഥലവും നമുക്ക് കാണാൻ സാധിച്ചു. ഈ കാണുന്നതാണ് മടത്തുക്കുളം ബസ് സ്റ്റാൻഡ്. അകത്തേക്ക് കയറുമോ നോക്കാം. ഡബിൾ വിസിലൊക്കെ അടിച്ച് വിട്ടിരിക്കുവാണ്. അകത്തേക്ക് കയറുന്നില്ലെന്നാണ് തോന്നുന്നത്. അത്യാവശ്യം വലിയൊരു ടൗണാണ് കേട്ടോ മടത്തുക്കുളം. ഒരുപാട് കടകളൊക്കെ ഉള്ളൊരു വലിയൊരു ടൗണാണ്.
ഇവിടെ നിന്നും പൊള്ളാച്ചിക്ക് 42 കിലോമീറ്റർ. മടത്തുക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് കൃഷിയാണ്. കരിമ്പ്, തേങ്ങ അതൊക്കെയാണ് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത്. ഇവിടെ നിന്നും അടുത്തായിട്ടുള്ള പ്രധാനപ്പെട്ട ടൗൺ എന്ന് പറയുന്നത് ഉടുമലപ്പേട്ടയാണ്. ഇവിടെ നിന്നും 15 കിലോമീറ്ററാണ് ഉടുമലപ്പേട്ടയ്ക്കുള്ള ദൂരം. ഉടുമലപ്പേട്ടയിൽ നിന്നും മൂന്നാറേക്കെല്ലാം പോകാൻ ധാരാളം ബസ്സുകളെല്ലാം അവൈലബിൾ ആണ്. പിന്നെ വേറൊരു കാര്യം, പശു, ആട് ഇതിനെ വളർത്തുന്നതും ഇവിടെ കൂടുതലായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന വരുമാന മാർഗം, കൃഷിയാണ്. നമുക്ക് മുന്നിലായിട്ട് പോകുന്ന ബസ്സും പൊള്ളാച്ചിക്ക് പോകുന്ന ബസ്സാണ്. ഇതാ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തായിട്ട് കംപ്ലീറ്റ് ആയിട്ടും തെങ്ങുംതോപ്പാണ്. ഒരുപാട് ഏക്കറിലായിട്ട് തെങ്ങുംതോപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഉടുമലൈപ്പേട്ട എന്ന് പറഞ്ഞൊരു ആരോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ആ ഒരു ആരോ മാർക്ക് കാണിച്ച റോഡിലേക്ക് ബസ് വളഞ്ഞിരിക്കുവാണ്. അപ്പോഴെനിക്ക് തോന്നുന്നു ഉടുമലൈപ്പേട്ടയിലേക്ക് പോയിട്ടായിരിക്കും ബസ് പൊള്ളാച്ചിയിലേക്ക് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഉടുമലൈപ്പേട്ടൈ. ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഇപ്പോൾ ബസ് ആ ഒരു ഭാഗത്തേക്ക് വളഞ്ഞു കയറും. എന്താ ചെറിയ പീരങ്കി എല്ലാം കാണാം. അങ്ങനെ ഉടുമലൈപ്പേട്ട ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറിയിരിക്കുകയാണ്. അവിടെ ആയിട്ടൊരു KSRTC ബസ് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അത് മറയൂർക്ക് പോകുന്ന ബസ്സായിരിക്കും. അങ്ങനെ ഉടുമലൈപ്പേട്ട ബസ് സ്റ്റാൻഡിൽ കുറച്ച് നേരം, വളരെ കുറച്ച് നേരം നിർത്തിയുള്ളൂ. എന്നിട്ട് വീണ്ടും ബസ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ ട്രാക്ടർ. തമിഴ്നാട്ടിൽ ഭൂരിഭാഗവും കൃഷിപ്പാടങ്ങളുള്ളത് കൊണ്ട് ഇതേപോലെ ട്രാക്ടറുകൾ നമ്മൾ പോകുന്ന വഴിയിലെല്ലാം കാണാം. ഉടുമലൈപ്പേട്ടയ്ക്ക് ഉടുമലൈപ്പേട്ട എന്ന് പേര് വന്നത് ഉടു അല്ലെങ്കിൽ ഉടുപ്പ് എന്ന് വെച്ചാൽ അടിവാരം, അടിഭാഗം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതായത് മലയുടെ അടിവാരത്തുള്ള പ്രദേശം. പേട്ട എന്ന് വെച്ചാൽ പട്ടണം എന്നൊക്കെ അർത്ഥമുണ്ട്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഉടുമലൈപ്പേട്ടൈ, അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഉടുമലൈപ്പേട്ട എന്ന് പേര് വന്നത്. ഇവിടെ ഒരുപാട് കാറ്റാടിപ്പാടമുണ്ട് കേട്ടോ. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് വിൻഡ് ഫാം, ഒരുപാട് കാറ്റാടി യന്ത്രങ്ങൾ ഇവിടെയുണ്ട്. വിൻഡ് ക്യാപിറ്റൽ എന്നും പറയും ഈ സ്ഥലത്തിനെ. ഇതാ കണ്ടില്ലേ ദൂരെയായിട്ട് ഒരുപാട് കാറ്റാടിപ്പാടങ്ങൾ. അവിടെ എല്ലാമായിട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു പൊള്ളാച്ചി 14 കിലോമീറ്റർ. ഉടനെ എത്തും, ഒരു 10 മിനിറ്റിനകത്ത് തന്നെ എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ പൊള്ളാച്ചിയും വളരെ പെട്ടെന്ന് എത്തിപ്പോയി. കുറേ നേരം യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ പെട്ടെന്ന് സ്ഥലങ്ങൾ എത്തുകയാണ്. കുറേ നേരം എന്ന് വെച്ചാൽ കുറച്ച് നേരമായി, പക്ഷെ എന്നാലും യാത്ര ചെയ്ത് ഒരു എന്താ പറയുന്നത്, ഇനിയും കുറച്ചും കൂടെ പോകണം അങ്ങനെ തോന്നുവാണ്. അങ്ങനെ നമ്മൾ പൊള്ളാച്ചിയിലേക്ക് എത്തിയിരിക്കുവാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തേങ്ങാ മാർക്കറ്റാണ് പൊള്ളാച്ചി മാർക്കറ്റ്. കോക്കനട്ട് സിറ്റി എന്നൊരു വിളിപ്പേരും ഈ ഒരു പൊള്ളാച്ചിക്കുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിലേക്ക് കയറാറായിരിക്കുവാണ്. ഇവിടെ നിന്നും 40 കിലോമീറ്ററേ ഉള്ളൂ കോയമ്പത്തൂർക്ക്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ അങ്ങനെ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു സ്ഥലമാണ് പൊള്ളാച്ചിയിലെ വിവിധ ഭാഗങ്ങൾ. കുന്നും മലയും കൃഷിപ്പാടങ്ങളെല്ലാം കാണിക്കുന്ന സീനുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഭൂരിഭാഗം ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്നത് പൊള്ളാച്ചിയിൽ വെച്ചായിരിക്കും. അപ്പോഴത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പൊള്ളാച്ചി. അങ്ങനെ ആ ഒരു പൊള്ളാച്ചിയിലെ ടൗണിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അടുത്തായിട്ടാണ് കേരളം, പാലക്കാട് ജില്ല അതിർത്തി പങ്കിടുന്നുണ്ട്. അതുകൊണ്ട് ഹോട്ടലുകളുടെ എല്ലാം പേര് മലയാളത്തിലെല്ലാം, എല്ലാ ഹോട്ടലും അല്ല, ചില ഹോട്ടലുകളുടെ എല്ലാം പേര് മലയാളത്തിലും എല്ലാം എഴുതിയിരിക്കും. ഹോട്ടലുകൾ, ചെറിയ കടകൾ, അങ്ങനെ സ്ഥാപനങ്ങളുടെ എല്ലാം പേര് ചിലതെല്ലാം മലയാളത്തിലും എഴുതിയിരിക്കുന്നത് കാണാം. മലയാളികൾ ഒരുപാട് വരുന്നൊരു സ്ഥലമാണ് ഈ ഒരു പൊള്ളാച്ചി. കൊല്ലത്തിൻ്റെ ബോർഡർ തെങ്കാശി, തിരുവനന്തപുരത്തിൻ്റെ ബോർഡർ കളിയിക്കവിള, മാർത്താണ്ഡം, അതേപോലെ പാലക്കാടിൻ്റെ ബോർഡറുള്ളൊരു തമിഴ്നാടിൻ്റെ വലിയൊരു സ്ഥലമാണ് പൊള്ളാച്ചി. അങ്ങനെ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിലേക്ക് നമ്മുടെ ബസ് കയറുവാണ്. ഉള്ളിലായിട്ടൊരു KSRTC ബസ് കിടക്കുന്നത് കണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു പൊള്ളാച്ചിക്ക് പോകുന്ന ബസ്സായിരിക്കാം. പൊള്ളാച്ചിയല്ല, പാലക്കാട് പോകുന്ന ബസ്സായിരിക്കാം. നമ്മുടെ ബസ് വേറൊരു ബസ് സ്റ്റാൻഡിലേക്കാണ് കയറുന്നത്. ഇതാ കണ്ടില്ലേ, ഈ ഒരു ബസ് സ്റ്റാൻഡിനകത്തേക്കാണ് കയറുന്നത്. നമ്മുടെ KSRTC ബസ് കണ്ടത് ഇവിടെ അല്ല, ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള ബസ് സ്റ്റാൻഡിലാണ്. എന്തായാലും ഈ ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറട്ടെ, നമുക്കിവിടെ ഇറങ്ങാം. ഈ ബസ്സിലാണ് നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയത്. സമയം ഇപ്പോൾ 1:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്തത് 12 മണി ആ ഒരു സമയത്തായിരുന്നു. ഏകദേശം 1.5 മണിക്കൂറത്തെ യാത്രയുണ്ട് പഴനിയിൽ നിന്നും പൊള്ളാച്ചി വരുന്നതിന്. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാം ഇവിടെ തന്നെ. ഞാനിവിടെ മുമ്പ് വന്നപ്പോൾ ഈ കാണുന്ന ഭാഗത്തെല്ലാം ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. ഇപ്പോഴും കണ്ടില്ലേ, കുറേയൊക്കെ പൊളിച്ചു കളഞ്ഞിരിക്കുവാണ്, പുതുതായിട്ട് പണിയുവാണ്. ഇതാ കണ്ടില്ലേ KSRTC ബസ്. ഇത് പാലക്കാട് പോകുന്ന ബസ്സാണ് കേട്ടോ. കൊഴിഞ്ഞാമ്പാറ, പാറ, പാലക്കാട്. ഇവിടെ ആയിട്ട് നോക്കേ, തൃശ്ശൂർ പോകുന്ന ബസ്സെല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. തൃശ്ശൂർ സത്യത്തിൽ കേരളത്തിലെ ഒരു ബസ് സ്റ്റാൻഡിൽ വന്നതുപോലെ ഉണ്ട് കേട്ടോ. ദയവ് നോക്കേ, കൊഴിഞ്ഞാമ്പാറ,
പാലക്കാട് അങ്ങനെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കേ കംപ്ലീറ്റ് KSRTC ബസ്സുകൾ, KSRTC ബസ് സ്റ്റാൻഡ്. ഈ ഒരു ഭാഗത്തായിട്ട് KSRTC ബസ്സുകൾ നിർത്തുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് വീണ്ടും ബസ് സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുവാണ്. വെജിറ്റബിൾ ഊണാണ് കഴിച്ചത്. 95 രൂപ. അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ല, എന്നാലും കഴിച്ചു. ഇവിടെ നിന്നും 15 കിലോമീറ്റർ മാറി മാസാനി ഹനുമാൻ കോവിൽ എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം ഉണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. അവിടെ നല്ല തണലുള്ളൊരു അന്തരീക്ഷം കാണും. നമുക്ക് ഫുഡൊക്കെ കഴിച്ചതല്ലേ, അവിടെ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വരാം. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്നൊക്കെയാണ് അറിയുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു ക്ഷേത്രമാണ് മാസാനി അമ്മൻ കോവിൽ. ഇവിടുന്ന് ഇഷ്ടംപോലെ ബസ്സുണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെതാ ഈ കാണുന്ന 2 ബസ്സുകൾ മാസാനി അമ്മൻ കോവിൽ പോകുമെന്നാണ് അറിഞ്ഞത്. അപ്പോഴേതെങ്കിലും ബസ്സിലേക്ക് നമുക്ക് കയറാം. സേതുമടൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ. ആനമലൈ വഴി ബസ് നമ്പർ 34A. നമുക്ക് സേതുമടൈ വരെ പോയിട്ട് വരാം അല്ലേ. അങ്ങനെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. ഞാൻ സേതുമടൈ എന്ന് പറഞ്ഞ സ്ഥലം വരെയുള്ള ടിക്കറ്റ് എടുത്തിരിക്കുവാണ് കേട്ടോ. സേതുമടയിലേക്ക് പോകുന്ന വഴിയിലുള്ളൊരു സ്ഥലമാണ് ഞാൻ പറഞ്ഞ ആ ഒരു അമ്പലം. എന്തായാലും ഞാൻ സേതുമടൈ വരെയുള്ള ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. 16 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അങ്ങനെ ബസ് പുറപ്പെട്ടിരിക്കുവാണ്. ഇവിടെ നിന്നും സേതുമടൈ വരെ 24 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ആ ഒരു അമ്പലം വരെ, മാസാനി ഹനുമാൻ കോവിൽ വരെ 15 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ചു ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് ആനമലൈ. ഞാനെന്തായാലും ഈ ബസ്സിൻ്റെ അവസാന സ്റ്റോപ്പായിട്ടുള്ള സേതുമടൈ വരെ പോയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞ ആ ഒരു മാസാനി അമ്മൻ കോവിൽ എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പ് എത്തിയിരിക്കുവാണ്. ഒരുപാട് ആൾക്കാർ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങിയിരിക്കുവാണ്. ഇവിടെ ആയിട്ട് കണ്ടില്ല, അമ്പലമായിട്ട് ബന്ധപ്പെട്ട ഓരോരോ കടകൾ കാണാം. നേർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കച്ചവടം ചെയ്യുന്ന ഓരോരോ കടകളുണ്ട്. ലോഡ്ജും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. എന്തായാലും നമുക്ക് എൻഡ് വരെ പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ സേതുമടയിലേക്ക് പോകുന്ന വഴിയെല്ലാം കാണാൻ മനോഹരമാണ് കേട്ടോ. ഇതാ കണ്ടില്ല, ഇവിടെ എല്ലാമായിട്ട് അതിവിശാലമായ തെങ്ങും തോപ്പെല്ലാം കാണാം. പിന്നെ പോകുന്ന വഴിയെല്ലാം നല്ല തണലുണ്ട്. 2 ഭാഗത്തായിട്ടും പുളിമരങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും കൊള്ളാം ഈ ഒരു വഴിയേ. ഇവിടെ ആയിട്ടൊരു ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, കന്നുകാലികളൊക്കെ നിന്ന് മെയ്യുന്നത് കാണാം. ഇതേപോലത്തെ കാഴ്ചകൾ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം കാണാം കേട്ടോ. കന്നുകാലിയും കൃഷിയും എല്ലാം ഇവിടുത്തെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈ ഒരു വഴി കൊള്ളാമല്ലേ. ഈ ഒരു കടയെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓലമേഞ്ഞ കടകൾ. ഇവിടെ ആയിട്ട് ട്രാക്ടർ എല്ലാം കിടപ്പുണ്ട്. ഇതോ കണ്ടില്ലേ, ദൂരെയായിട്ട് വലിയ വലിയ മലനിരകളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. കേരളമായിട്ട് ബോർഡർ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. സേതുമടയിൽ നിന്നും കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ കേരള ബോർഡറാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം അതെല്ലാം സേതുമടയ്ക്ക് അടുത്തായിട്ടാണ്. അങ്ങനെ സേതുമട എത്തിയെന്നാണ് തോന്നുന്നത് കേട്ടോ. യെസ്, സേതുമട എത്തിയിരിക്കുവാണ്. വണ്ടി നിർത്തി റിവേഴ്സ് എടുക്കുവാണ്. ഇതെവിടെയായിട്ട് നോക്കേ, ചെറിയ പച്ചക്കറി കച്ചവടമൊക്കെ ആയിട്ട് കൊള്ളാം അല്ലേ. നമ്മളെവിടെ ഇറക്കിയിട്ട് ബസ് ഇതാ തിരികെ പോവുകയാണ്. അങ്ങനെ ഞാൻ സേതുമടൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് ഇറങ്ങി നിൽക്കുവാണ്. ഇതെവിടെയായിട്ടെല്ലാം ഈ കാണുന്ന കടയെല്ലാം കൊള്ളാം അല്ലേ. ഇതെവിടെയായിട്ട് നോക്കേ, പലക വെച്ചിട്ട് അടയ്ക്കുന്ന ആ ഒരു ടൈപ്പ് കടകളൊക്കെയാണ്. ഈ വഴി അങ്ങോട്ടേക്ക് പോകുന്നതാണ് ടോപ്പ് സ്ലിപ്പ്. പിന്നെ പറമ്പിക്കുളം അങ്ങോട്ടേക്കെല്ലാം പോകുന്ന വഴി ഈ വഴിയാണ്. ടോപ്പ് സ്ലിപ്പ് എന്ന് വെച്ചാൽ അങ്ങനെ പേര് വരാൻ കാരണം ടോപ്പിൽ നിന്നും താഴേക്ക് വലിയ വലിയ മരങ്ങൾ സ്ലിപ്പ് ചെയ്ത് ഇറക്കി. അങ്ങനെയാണ് ടോപ്പ് സ്ലിപ്പ് എന്ന് പേര് വന്നതെന്നാണ് പറയുന്നത്. വേറെയും പല പല കഥകളുണ്ട്. അതിലൊരു കഥയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ കാണുന്ന സേതുമടൈ എന്ന് പറഞ്ഞ സ്ഥലം ഗേറ്റ് വേ ഓഫ് ടോപ്പ് സ്ലിപ്പ്, പിന്നെ ഗേറ്റ് വേ ഓഫ് പറമ്പിക്കുളം, അതായത് ഈ ഒരു ഭാഗത്തു നിന്ന് പോകുമ്പോഴേ അങ്ങനെയാണ് പൊതുവേ പറയുന്നത്. അപ്പോഴങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുള്ള സ്ഥലമാണ് ഈ സേതുമടൈ. ഇതെവിടെയായിട്ട് വേറൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, സേതുമടൈ എന്ന് പറഞ്ഞിട്ട് ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ഇതെവിടെയായിട്ടൊരു അമ്പലത്തിൻ്റെ ആർച്ചൊക്കെ കാണുന്നുണ്ട്, കണ്ടില്ലേ. 19/9/2004 പണിഞ്ഞ ആർച്ചാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഡേറ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഭാഗം നോക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. ദൂരെയായിട്ട് വലിയ വലിയ മലനിരകളെല്ലാം കാണാൻ അടിപൊളിയായിട്ടുണ്ട്. വലിയൊരു മതിൽ കെട്ടിയതുപോലെ തന്നെ ഉണ്ട്. വലിയ പാറ നോക്കേ. ഇങ്ങോട്ടേക്കെല്ലാം തനി ഗ്രാമമാണ്, കണ്ടില്ലേ. ഇതവിടെയായിട്ടെല്ലാം ഗ്രാമത്തിലെ വീടുകളെല്ലാം കാണാം. ഏയ് കരിങ്കോഴി. കരിങ്കോഴി എന്ന് പറഞ്ഞപ്പോൾ വേറെ ഏതോ കോഴി അകത്തുനിന്ന് കരയുന്നുണ്ട്.
ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഇതോ ഒരാളിരുന്ന് നോക്കുന്ന കണ്ടില്ലേ, കുരയ്ക്കണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനെ ഇരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു സേതുമട എന്ന് പേര് വന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് മഴ പെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ ഒരു തടസ്സവുമില്ലാതെ ഒഴുകി പോകുമായിരുന്നു. അത് കൃഷിക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊന്നും കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു. അതായത് വെള്ളം ഒഴുകി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ കർഷകർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു തടയണ നിർമ്മിക്കും. അതായത് തടയണയെ സേതു എന്നൊക്കെ പറയും. വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ചേർത്ത് വെക്കുക, തടഞ്ഞു വെക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന സേത്ത്, ആ സേത്തും പിന്നെ തടാകം, കുളം എന്നൊക്കെ അർത്ഥം വരുന്ന മടൈ, അങ്ങനെ ഈ രണ്ട് വാക്കുകൾ ചേർന്ന് സേത്തുമടൈ അങ്ങനെ പേര് വന്നു. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് സേത്തുമടൈ എന്ന് പേര് വന്നത്. പക്ഷേ ഞാനിവിടെ നോക്കി, ഇവിടെ പരിസരത്തൊന്നും ഒരു തടാകമൊന്നും കാണുന്നില്ല. വേറെ ഉള്ളിലേക്ക് മാറി കാണുമായിരിക്കാം. ഇത് ഇവിടെയായിട്ടൊരു പഞ്ചർ വർക്ക്ഷോപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. ഇതോ കണ്ടില്ലേ, ആ കാണുന്നത് പഞ്ചർ വർക്ക്ഷോപ്പാണ്. എന്തായാലും നമുക്ക് നമ്മൾ വന്ന ബസ്സിൽ കയറിയിട്ടേ തിരികെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ആ ഒരു അമ്പലം ഉണ്ടല്ലോ, മാസാനി അമ്മൻ കോവിൽ, അങ്ങോട്ടേക്ക് പോവാം. അവിടെയും കൂടെ ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കി കാര്യം ആലോചിക്കാം. ഈ ബസ് ഇവിടെ നിന്നും 3:50 സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അറിഞ്ഞത്. ഇപ്പോൾ സമയം 3:45 കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ബസ്സിൽ പൊള്ളാച്ചി ബോർഡ് വെച്ചിരിക്കുവാണ്, കണ്ടില്ലേ. പിന്നെ ഇവിടെ ആയിട്ട് മെഡിക്കൽ ഷോപ്പെല്ലാം ഉണ്ട്, കണ്ടില്ലേ. സേത്തുമടയിൽ വരുമ്പോൾ മെഡിക്കൽ ഷോപ്പെല്ലാം ഉണ്ട്, അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. എന്തായാലും ഡ്രൈവർ ചേട്ടൻ ബസ്സിലേക്ക് കയറിയിട്ടുണ്ട്, നമുക്കും ബസ്സിലേക്ക് കയറാം. അങ്ങനെ ഞാൻ മാസാനി അമ്മൻ കോവിലിൻ്റെ അടുത്ത് വന്ന് ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഇവിടം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 10 രൂപ. ഇവിടെ നിന്നും ഒരുപാട് ആൾക്കാർ കയറി കേട്ടോ. ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് ഇന്ന് സ്പെഷ്യൽ ദിവസമാണ്. ചൊവ്വയും വെള്ളിയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദിവസം. ബസ് നിറഞ്ഞാണ് പോകുന്നത്. ഇതാ കണ്ടില്ലേ, ഇതാണ് അമ്പലത്തിലേക്ക് പോകുന്ന ആർച്ച്, മാസാനി അമ്മൻ കോവിൽ. ഇതെവിടെയായിട്ട് കണ്ടില്ലേ, മാങ്ങയെല്ലാം മുളക് പൊടിയും ഉപ്പെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നത്. കൊള്ളാം അല്ലേ. അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട്. ഒരു ടൈപ്പ് അപ്പളമാണിത് കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നത്. ഇതെവിടെയായിട്ട് ഈ കാണുന്നത് കമ്പംകൂഴെന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. മോര് പോലത്തെ ഒരു സംഗതിയാണ്. അവിടെയായിട്ട് അലുവയെല്ലാം വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, നല്ല ഫ്രഷ് അലുവ മുറിച്ച് വെച്ചിരിക്കുകയാണ്. നല്ല കളർഫുള്ളായിട്ടുണ്ട് കാണാൻ. എന്തായാലും നമുക്ക് ആ ഒരു ആർച്ചിനകത്തേക്ക് പോവാം. നമ്മൾ ആർച്ചിൻ്റെ നേരെ ഫ്രണ്ടിൽ വന്നിരിക്കുവാണ്. അകത്തേക്ക് നടക്കാം. രണ്ട് ഭാഗങ്ങളിലുമായിട്ടും ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട പലതരം കച്ചവടങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, ഭക്തിപരമായിട്ടുള്ള ഓരോരോ സംഗതികളെല്ലാം കച്ചവടം ചെയ്യുന്ന ഓരോരോ കച്ചവടങ്ങളാണ്. ഇതാ കണ്ടില്ലേ, ഇവിടെ നോക്കി പൊരി അടിപൊളിയാണ് കേട്ടോ. പൊരിയും അലുവയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. എവിടെയായിട്ട് നോക്കി പുളിമുട്ടായിയും നെല്ലിക്കയെല്ലാം ഉപ്പും മുളക് പൊടിയെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. പൈനാപ്പിളും അങ്ങനെ പല പല ഐറ്റംസ്. ഇത് എത്രയാണ്? എவ்வளோ? 20 രൂപയാണ് വില. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം ഈത്തപ്പഴവും എല്ലാം വെച്ചിട്ടുണ്ട്. കൊള്ളാലോ, പഴയ ഉത്സവ ഈത്തപ്പഴം പോലെ ഉണ്ടല്ലോ കണ്ടിട്ട്. പക്ഷെ അതിനെക്കാട്ടി കുറച്ചും കൂടെ ക്വാളിറ്റി തോന്നുന്നുണ്ട് കേട്ടോ. 200 രൂപയാണ് MRP ഇട്ടിരിക്കുന്നത്, 1 kg. MRP 200 ആണെങ്കിലും 100 രൂപ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം. ഇതുവഴി ഇങ്ങനെ നടന്നു പോകാനേ പലതരം കച്ചവടങ്ങളെല്ലാം കണ്ടിങ്ങനെ നടക്കാൻ നല്ലൊരു രസമുണ്ട്. മൊത്തത്തിൽ ഒരു മഞ്ഞമയമാണ്, കണ്ടില്ലേ. ഇതെവിടെയൊക്കെ ആയിട്ട് നോക്കിയാൽ മഞ്ഞ സാരിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണാം. മുളക് കണ്ടില്ലേ, മുളക്. ആ കണ്ട മുളക് എല്ലാം ഇവിടുത്തെ നേർച്ചയുടെ ഭാഗമാണ്. ഇവിടെ എല്ലാ കടകളിലും ഇങ്ങനെ മുളക് തൂക്കിയിട്ടിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. അങ്ങനെ ഞാൻ നടന്ന് ആ ഒരു അമ്പലത്തിൻ്റെ പരിസരത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ ഇടയ്ക്ക് പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞതേ ഉള്ളെന്ന് തോന്നുന്നു. അവിടെ ആയിട്ട് ഗോപുരം എല്ലാം നല്ല കളർഫുൾ ആയിട്ടുണ്ട് കാണാൻ. ഇതാ കണ്ടില്ലേ, ഈ അടുത്തിടയ്ക്ക് പെയിൻറ്റിങ് കഴിഞ്ഞതേ ഉള്ളെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞാൻ നടന്ന് അമ്പലത്തിൻ്റെ ബാക്കിലേക്ക് വന്നപ്പോഴത്തെ എവിടെയായിട്ട് നോക്കേ ചെറിയൊരു അരുവിയാണ്, കണ്ടില്ലേ. കൊള്ളാം അല്ലേ. ഇതവിടെ ആയിട്ട് നോക്കേ വെള്ളമെല്ലാം വീഴുന്നത്. എന്നാലും കൊള്ളാം അല്ലേ, നല്ലൊരു അന്തരീക്ഷം ഇവിടെ. ഇതെവിടെയായിട്ട് നോക്കേ കാളവണ്ടി. ഇത് കൊള്ളാമല്ലോ, ലോഡ് അടിക്കുവാണ് കേട്ടോ ഇതിനകത്ത്. അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ അടുത്ത് നിന്നും നടന്നിട്ട് ഒരു പാലത്തിനടുത്തേക്ക് വന്നിരിക്കുവാണ്. നമ്മളിങ്ങോട്ടേക്ക് ബസ്സിൽ വരുമ്പോൾ നല്ലൊരു നീളത്തിലൊരു പാലം കാണാം. അപ്പോഴാ ഒരു പാലത്തിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുവാണ്. ഈ പാലത്തിൻ്റെ പേര് ആനമലൈ ബ്രിഡ്ജ്, അങ്ങനെയാണ് ഈ ഒരു പാലത്തിൻ്റെ പേര്. ഈ പാലത്തിന് താഴെ കൂടെ ഒഴുകുന്ന നദിയുടെ പേര് ആളിയാർ റിവർ.
അങ്ങനെയാണ് ഇതിന് താഴെ കൂടെ ഒഴുകുന്ന നദിയുടെ പേര്. അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐതിഹ്യമൊക്കെ വളരെ ചുരുക്കി ഞാനൊന്ന് പറയാം. മാനസി അമ്മൻ കോവിൽ എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. ഈ മാനസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെട്ടവൾ എന്നാണ് ആ ഒരു പേരിൻ്റെ അർത്ഥം. ശിക്ഷ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ആനമല എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ സ്ഥലം. ഈ ആനമല എന്ന് പറഞ്ഞ സ്ഥലം ഭരിച്ചിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് ഏക്കർ കണക്കിന് കൃഷിത്തോട്ടം ഉണ്ടായിരുന്നു. വിവിധ ഇനം പഴങ്ങളെല്ലാം അവിടെ കൃഷി ചെയ്തിരുന്നു. രാജാവിന് ഒരു കാര്യം സ്ട്രിക്റ്റ് ആയിരുന്നു, അതായത് രാജാവിൻ്റെ അനുവാദം കൂടാതെ ആരും ആ ഒരു കൃഷിപ്പാടത്തിലേക്ക് കയറാൻ പാടില്ല, ഒരു കായ പോലും പറിക്കാൻ പാടില്ല എന്ന് നിർബന്ധമായിരുന്നു. അങ്ങനെ അന്യദേശത്തു നിന്നും ഒരു യുവതി എത്തി. യുവതിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതായപ്പോൾ ഈ ഒരു കൃഷിപ്പാടത്ത് നിന്നും രാജാവിൻ്റെ അനുമതി കൂടാതെ ഒരു പഴം പറിച്ച് ഭക്ഷിക്കുകയുണ്ടായി. ഇത് രാജാവ് പറഞ്ഞപ്പോൾ രാജാവിന് വലിയ ക്ഷീണമായി. കാര്യം രാജാവിനെ ഭയന്നിട്ട് ആരും ഈ കൃഷിപ്പാടത്തേക്ക് കയറാൻ പോലും ഭയക്കുന്നൊരു സമയമായിരുന്നു. അപ്പോഴൊരു യുവതി കയറി ആരെയും അനുവാദം കൂടാതെ കയറി ഫലം കഴിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ രാജാവിന് വലിയ ക്ഷീണമായി. അങ്ങനെ രാജാവ് ആ യുവതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അങ്ങനെ വധിച്ചു. അങ്ങനെ ഈ ഒരു സംഭവം ഇവിടുത്തെ നാട്ടുകാർക്ക് വലിയൊരു വിഷമമുള്ളൊരു കാര്യമായി. അതായത് വിശന്നിട്ടല്ലേ കഴിച്ചത്, അപ്പോൾ അവളെ കൊന്നു കളഞ്ഞത് ഇവിടുത്തെ നാട്ടുകാർക്ക് വലിയ ക്ഷീണമുണ്ടായി. സത്യത്തിൽ ഇത് നീതി നിഷേധിക്കപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് തോന്നിയത്. അങ്ങനെ ഇവിടുത്തെ നാട്ടുകാർ ഈ ഒരു യുവതിയെ ഇവിടുത്തെ ഒരു ദൈവമായി കണ്ടു. അങ്ങനെ അമ്പലവും ആരാധനയും എല്ലാമായി. അങ്ങനെ കാലക്രമേണ ഇത് മാനസി അമ്മൻ കോവിലെന്ന വലിയൊരു ക്ഷേത്രമായി മാറി. പിന്നെ രാജാവിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കൈ കഴിക്കുന്നു. രാജാവ് കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്ന ആ ഒരു വിളവ് അനുവാദം കൂടാതെ പറിച്ച് തിന്നുക എന്ന് പറയുന്നത് അത്രയും എന്താ പറയുന്നത്, രാജാവിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് രാജാവിൻ്റെ ഭാഗത്ത് നിൽക്കാനേ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ യുവതിക്ക് ചോദിച്ചിട്ട് കയറാനും പറ്റില്ലല്ലോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിനെയൊക്കെ കയറി കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അന്നത്തെ കാലത്തൊക്കെ രാജാവിനെ ഒന്ന് കണ്ടുമുട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ രാജാവിൻ്റെ അനുവാദം തേടിയിട്ട് വിശപ്പടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടായിരിക്കാം ആ ഒരു യുവതി അങ്ങനെ കഴിച്ചത്. പക്ഷേ രാജാവിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ രാജാവ് ചിലപ്പം ഉടനെ തന്നെ ആട്ടിപ്പായിക്കാനും സാധ്യതയുണ്ട്. എവളോ ധൈര്യം ഇരുന്നാൽ എന്നോട് പറമ്പിൽ കയറി പഴമെല്ലാം പറിച്ച് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ചിലപ്പം രാജാവ് യുവതിയെ വഴക്ക് പറയാൻ സാധ്യതയുണ്ട്, ആട്ടിപ്പായിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ കൊണ്ടായിരിക്കാം യുവതി അങ്ങനെ എടുത്ത് കഴിച്ചത്. അതത്ര വലിയ തെറ്റായിട്ട് നമുക്ക് തോന്നുന്നില്ലല്ലേ? വിശന്നിട്ട് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുവേ അത്ര വലിയ തെറ്റായിട്ടും നമുക്ക് തോന്നുന്നില്ല. അതായിരിക്കും നീതി നിഷേധിക്കപ്പെട്ടവൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ നേർച്ചകളും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. നീതി നിഷേധിക്കപ്പെട്ടവരുണ്ടല്ലോ, അതായത് എന്തെങ്കിലും കാര്യത്തിൽ സത്യത്തിന് വേണ്ടിയിട്ട് നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോഴതിൽ നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നീതി കിട്ടുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അതായത് ഓരോരോ കേസുകളൊക്കെ ഉണ്ടല്ലോ, കേസ് വഴക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഇവിടെ ഒരു ലോക്കെല്ലാം ചെയ്തു വെക്കുന്നൊരു നേർച്ചയുണ്ട്. പിന്നെ മുളക് ഒരു വലിയൊരു അമ്മിക്കല്ലോ ആട്ടുകല്ലോ അതിൽ കൊണ്ടിങ്ങനെ സമർപ്പിക്കും. അതിങ്ങനെ പൊടിക്കുന്നതെല്ലാം ഇവിടുത്തെ ഈ ഒരു അമ്പലത്തിലെ കമ്മിറ്റിക്കാർ ചെയ്തോളും. നമ്മളവിടെ ആ ഒരു മുളക് കൊണ്ട് സമർപ്പിക്കുക, അതൊരു നേർച്ചയാണ്. മുളകിൻ്റെ എരിവെന്ന് പറയുന്നത് ശത്രുവിന് കൊടുക്കുന്ന ആ ഒരു ശത്രുവിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രതികാരം പോലെയാണ് ആ ഒരു മുളകിൻ്റെ എരിവിനെ കണക്കാക്കുന്നത്. അപ്പോഴങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വളരെ ചുരുക്കി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴെന്തായാലും നമുക്ക് ഈ ഒരു പാലത്തിൻ്റെ താഴേക്ക് പോകാം. പാലത്തിൻ്റെ താഴെ കാണാൻ നല്ല ഭംഗിയാണ്. ആ ഒരു ആറ്റിൻ്റെ തീരമല്ലാതെ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് നടന്നിട്ട് വരാം. അപ്പുറത്തെ ഭാഗത്തായിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, കുറച്ചും കൂടെ വെള്ളം വേണം. ഇതോ കണ്ടില്ലേ, അവിടെ ആയിട്ട് ചെറുതായിട്ട് തടയണ കെട്ടിയിരിക്കുന്നത് കണ്ടില്ലേ? വെള്ളം കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. എന്തായാലും ഈ ഒരു സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ നടന്ന് ആ ഒരു ചെക്ക് ഡാമിനടുത്ത് എത്തിയിരിക്കുവാണ്. ഇവിടെ ആയിട്ട് നോക്കി ആടുകളെല്ലാം നിന്ന് മേയുവാണ്. ഈ കുട്ടിയാട്, ആട്ടുംകുട്ടി ഒന്ന് മാറുമോ? ഞാനങ്ങോട്ടൊന്ന് പോട്ടെ. ഇവിടെ ആയിട്ട് നോക്കി പിള്ളേരൊക്കെ കുളിച്ച് പൊളിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ഞാനിപ്പോഴും ആ ഒരു അണയുടെ മുകളിലൂടെയാണ് നടക്കുന്നത്. ഇതെവിടെയായിട്ട് നോക്കേ, വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കൊള്ളാമല്ലേ? പിള്ളേരിവിടെ അടിച്ചു പൊളിക്കുക കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ടൊരു ചീപ്പുണ്ട്. ചീപ്പിൽ നിന്നും തുറന്നു വിട്ടിരിക്കുന്ന വെള്ളമാണ് ഇതാ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നത്. നല്ല ഒഴുക്കാണ്. ഇതവിടെ ആയിട്ട് നോക്കിയാൽ തുണി അലക്കാനുള്ള കല്ലുകളെല്ലാം കാണാം.
ഈ സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. നല്ല മഴയുള്ള സമയത്തും ഒരുപാട് വെള്ളമുള്ള സമയത്താണ് ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്നത്. പക്ഷേ ഇപ്പോഴും അത്രയും വെള്ളമില്ല. നമ്മൾ നേരത്തെ ഏതോ ആ ഒരു പാലത്തിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് നോക്കിയത്. അങ്ങനെ ഞാൻ പാലത്തിനടുത്ത് പോയിട്ട് തിരികെ ഈ ഒരു ജംഗ്ഷനിലേക്ക് വന്നിരിക്കുവാണ്. നമുക്ക് ഇവിടെ നിന്ന് ബസ് കയറി പൊള്ളാച്ചിക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു ചായ കുടിക്കണം. ഈ പാലത്തിനടുത്തായിട്ട് കണ്ടില്ലേ, ഇവിടെ ആയിട്ട് ഒരു MGRൻ്റെ പ്രതിമയെല്ലാം വെച്ചിട്ടുണ്ട്. ചായ എല്ലാം കുടിച്ചിട്ട് നിന്നപ്പോഴാണ് ഇവിടെ ആയിട്ടൊരു പൊള്ളാച്ചി ബസ് വന്നിട്ടുണ്ട്. നമുക്ക് പൊള്ളാച്ചി ബസ്സിലേക്ക് കയറാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കറക്കം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിനടുത്ത് വന്നൊരു റൂം എടുത്തു. സത്യത്തിൽ ഇന്ന് ഒരുപാട് അലച്ചിലൊന്നും ഇല്ലാത്തൊരു യാത്രയായിരുന്നു കേട്ടോ. കൃത്യസമയത്ത് ആഹാരം കഴിച്ചു, കൃത്യസമയത്ത് ബസ് കിട്ടി, കൃത്യസമയത്ത് എല്ലാം കിട്ടി. അങ്ങനെ ഒരു ചെറിയൊരു യാത്രയായിരുന്നു ഇന്നത്തേത്. അങ്ങനെ ഞാൻ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിനടുത്ത് ഒരു ലോഡ്ജിൽ റൂം എടുത്തു. ഈ റൂമിന്റെ ചാർജ് 500 രൂപയാണ്. കുഴപ്പമില്ലാത്ത റൂമാണ്, അത്യാവശ്യം നീറ്റായിട്ടുള്ള റൂമാണ്. ഇന്നിനിപ്പം ഇവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം നാളെ പറമ്പിക്കുളത്തോട്ട് പോവുകയോ ഇല്ലാന്നുണ്ടെങ്കിൽ വാൽപ്പാറ വരെ പോവുകയോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലാൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. ഞാനിവിടെ റൂം എടുക്കുന്നതിന് മുന്നേ ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ നിന്നും ഫുഡ് കഴിച്ചായിരുന്നു. 3 ചപ്പാത്തി 1 ഓംലേറ്റ് അതാണ് കഴിച്ചത്. അത് പക്ഷേ വീഡിയോയിലൊന്നും ഷൂട്ട് ചെയ്യാനും പറ്റിയൊന്നുമില്ല. പെട്ടെന്ന് വിശന്നപ്പോഴത്തേക്കും കഴിച്ചതാണ്. അങ്ങനെ 3 ചപ്പാത്തി ഓംലേറ്റും കൂടെ ചേർത്ത് 80 രൂപയാണ്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോഴത് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, അതും കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. വീഡിയോയിൽ അത് പറയാൻ വിട്ടുപോയി. അതാണ് ലാസ്റ്റായിട്ട് അതും കൂടെ ഒന്ന് പറഞ്ഞത്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.